കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനക്കൂട്ടത്തെ അമിതമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണതയെ നടൻ അജിത് കുമാർ ശക്തമായി വിമർശിച്ചു. ദുരന്തങ്ങളിൽ ജനക്കൂട്ടത്തെ സ്വാധീനം തെളിയിക്കാൻ ഉപയോഗിക്കുന്ന രീതി അപകടകരമാണെന്നും ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. നടൻ വിജയിയുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കരൂരിലെ പരിപാടിക്ക് ജനക്കൂട്ടത്തെ കൂടുതൽ ആകർഷിക്കാൻ വിജയ് മണിക്കൂറുകൾ വൈകിയെത്തിയത് സ്ഥിതിഗതികൾ വഷളാക്കിയെന്ന് പോലീസ്, സർക്കാർ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അജിത്തിന്റെ പ്രതികരണം. ആരെയും താഴ്ത്തിക്കെട്ടാനല്ല ഞാനിത് പറയുന്നത്. എന്നാൽ കരൂർ ദുരന്തത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ പലതും നടക്കുന്നുണ്ട്. ആ വ്യക്തി മാത്രമല്ല ഇതിന് ഉത്തരവാദി. സംഭവത്തിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, അജിത് പറഞ്ഞു. മാധ്യമങ്ങൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ജനക്കൂട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണത മാധ്യമങ്ങളും അവസാനിപ്പിക്കണം. സ്വാധീനം തെളിയിക്കാൻ ആൾക്കൂട്ടത്തെ ഉപയോഗിക്കുന്നവരായി സമൂഹം മാറിയിരിക്കുന്നു. ആൾക്കൂട്ടങ്ങൾ അമിതമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമായി നാം മാറിയിരിക്കുന്നു. ഈ രീതി അവസാനിക്കണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമാ താരങ്ങൾ സ്വന്തം സിനിമകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതും കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയുന്നതുമെല്ലാം തന്നെ ആരാധകരുടെ സ്നേഹത്തിന് വേണ്ടിയാണെന്നും അജിത് ഓർമ്മിപ്പിച്ചു. താരങ്ങൾക്ക് ആരാധകരുടെ സ്നേഹം വേണം. സിനിമയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതും രാത്രിയിൽ ഷൂട്ട് ചെയ്യുന്നതും കുടുംബത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നതുമെല്ലാം ജനങ്ങളുടെ സ്നേഹത്തിനാണ്. സിനിമാ താരങ്ങൾ വരുന്നിടത്ത് മാത്രം എങ്ങനെ അപകടം ഉണ്ടാകുന്നു? ക്രിക്കറ്റ് കാണാൻ പോകുന്ന ജനങ്ങളെ കണ്ടിട്ടില്ലേ? അവിടെ ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇത് സിനിമാ മേഖലയെ ആകെ മോശം നിലയിൽ കാണിക്കുന്നു. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, അദ്ദേഹം പറഞ്ഞു. കരൂർ ദുരന്തം ജനസമ്മതി നേടാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന പരിപാടികളിലെ സുരക്ഷാ വീഴ്ചകളിലേക്കും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലെ പാളിച്ചകളിലേക്കും വെളിച്ചം വീശുന്നു. താരങ്ങളുടെയും സംഘാടകരുടെയും ഇത്തരം നടപടികൾ പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായും ഇത് സിനിമാ മേഖലയെ ഒന്നാകെ പ്രതികൂലമായി ബാധിക്കുന്നതായും അജിത് ആശങ്ക പ്രകടിപ്പിച്ചു. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളുടെ കാലിൽ തൊട്ട് മാപ്പ് ചോദിച്ച് നടൻ വിജയ് രംഗത്തെത്തിയിരുന്നു. മരിച്ചവരുടെ ബന്ധുക്കളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ദുരിതബാധിതരെ ഒരിക്കലും കൈയൊഴിയില്ല, എപ്പോഴും കൂടെയുണ്ടാകുമെന്നും വിജയ് ഉറപ്പു നൽകി. അപകടം നടന്ന് 1 മാസത്തിനു ശേഷമാണ് ദുരന്തബാധിതരുടെ ബന്ധുക്കളെ വിജയ് കണ്ടത്. മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കുമുള്ള സാമ്പത്തിക സഹായം നേരത്തെ തന്നെ നൽകിയിരുന്നു. അപകടത്തിന് പിന്നാലെ ചെന്നൈയിലേക്ക് പോയ വിജയ് കരൂർ സന്ദർശിക്കാത്തതിൽ വിമർശനം ശക്തമായതിനു പിന്നാലെയായിരുന്നു ദുരന്തബാധിതരെ മഹാബലിപുരത്തെത്തി കണ്ടത്. അതേസമയം കരൂരിൽ വിജയ്ക്ക് പ്രവേശിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ അവിടെ എത്തിയതും കുടുംബങ്ങളെ കണ്ടതും സഹായം നൽകാമെന്ന് പറഞ്ഞതും.